ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പലാസോ പാൻറ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 മീറ്റർ തുണിയാണ് 4 മടക്കിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ മേലെ ഭാഗം അരഭാഗത്ത് ഒരു 12.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് അതും ഞാൻ 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ മേലെ 12.5 ഇഞ്ച് മേലെ നിന്നേ എടുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഇതിൽ കുറച്ച് തുണി കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തുണിയൊക്കെ ഉണ്ടെങ്കിൽ മേലെ തന്നെ ഒരു 3 ഇഞ്ച് വിട്ടിട്ട് വേണം അളവെടുക്കാൻ. അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനത് അവിടേക്കൊന്ന് വരയിട്ട് കൊടുക്കാം, അങ്ങോട്ടേക്കൊന്ന് വരയിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒന്ന് ചരിച്ചൊന്ന് കൊടുക്കണം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിത് നീളം കുറച്ച് കുറവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നീളം കുറവൊക്കെ വേണമെങ്കിൽ, കുറവുള്ളവരാണെങ്കിൽ അത് പ്രശ്നമില്ല, മേലെ നിന്ന് ഒരു 3 ഇഞ്ച് വിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ നീളമാണ് എടുക്കുന്നുള്ളത്. അപ്പോൾ എനിക്ക് മേലെ നിന്ന് താഴേക്ക് 37 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ അത് താഴെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഇത്ര 1 മീറ്റർ അങ്ങനെ അല്ല 1 ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ മേലെ എനിക്കൊരു 3 ഇഞ്ച് കിട്ടിയാൽ മാത്രമേ എനിക്ക് എലാസ്റ്റിക് ഇടാൻ പറ്റുള്ളൂ. അതിന് ഞാൻ എക്സ്ട്രാ കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. നിങ്ങൾക്ക് കുറേ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇത്ര പോരെ ഇങ്ങനെ വിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കുറച്ച് വിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ താഴെ ഭാഗം ഞാനിപ്പം ഒരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് താഴെ ഒരുപാട് ലൂസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 12-13 ഇഞ്ച് അങ്ങനെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇത്ര മതി, അതുകൊണ്ട് ഞാൻ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ മുതൽ താഴെ ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ ഒന്ന് വരയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ താഴെ വേണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടിയെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ മേലെ നിന്നും സൈഡോട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് മേലേക്ക് നീളമൊക്കെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും വെക്കുന്നത്. എനിക്ക് 38 ഇഞ്ച് നീളം വേണം. ഇനിയിപ്പോൾ ഞാൻ 4 മടക്കിൻ്റെ തുണി ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമുക്ക് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഒരു 4 ഇഞ്ച് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ 13 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് പാൻറ് സ്റ്റിച്ച് ചെയ്യാം. അതിന് ഇതിപ്പോൾ 2 പീസും കൂടി എടുത്തത് നമ്മൾ ഈ ഭാഗത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 പീസ് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, 2 സൈഡും കൂടിയിട്ട്. ഇവിടെ മേലെ മുതൽ ഇവിടം വരെ 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റേ വശത്തും അതുപോലെ തന്നെ 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോൾ നമുക്ക് ആ നടുക്കത്തെ അത് രണ്ടും കൂടി ഇതുപോലെ ഒന്ന് എടുത്തു വെക്കുക. അപ്പോൾ അതിൻ്റെ സൈഡ് രണ്ടും ഇതുപോലെ ആയിരിക്കും, അടിക്കാത്ത ഭാഗമാണ് ഇങ്ങനെ. ഇനിയിപ്പോൾ നമുക്ക് താഴെ ആ ബോട്ടത്തിൻ്റെ താഴെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ 2 ഇഞ്ച് വിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് വീതിക്ക് വേണമെങ്കിൽ വീതിയിൽ മടക്കി അടിക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 1 ഇഞ്ച് വിട്ട് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ചിങ് അറിയാത്തവർക്കും പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. സിമ്പിളാണ് തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഞാൻ രണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഈ 2 അറ്റം കൂടി ഒരുപോലെ അങ്ങ് ഇനിയിപ്പോൾ താഴോട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ താഴെ ബോട്ടത്തിൻ്റെ അവിടെ നിന്ന് ഒരുപോലെ വേണം. ഇതുപോലെ ഞാനിപ്പോൾ 2ാമത്തെ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ എന്നായാലും 2 സ്റ്റിച്ച് കൊടുക്കണം.
അത് ഇപ്പോൾ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് എലാസ്റ്റിക് ഇടേണ്ട ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് തുണിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത് മേലേന്ന് ആദ്യം തന്നെ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 2-3 ഇഞ്ച് വെച്ചിട്ട് അത് ഇതുപോലെ അങ്ങ് മടക്കി അടിക്കാൻ കൊടുത്താൽ മതി. പക്ഷേ എനിക്കതിൽ അത്രയും നീളം കിട്ടാത്തതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിന് ഈ പീസ് ഇതുപോലെ ഇങ്ങ് വെച്ച് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് വിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. എനിക്ക് ഇത്രയും കൂടെ നീളം കൂടുതലായിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. വേറെ പീസ് കട്ട് ചെയ്തെടുക്കാനാക്കണ്ട. അപ്പോൾ ഞാനിപ്പം ഒരു 27 ഇഞ്ചിലാണ് എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ഇതുപോലെ അങ്ങ് 1 ഇഞ്ച് എലാസ്റ്റിക് വെച്ച് 1 ഇഞ്ച് മടക്കി എടുത്തിട്ട് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എലാസ്റ്റിക് രണ്ടാമത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിതിപ്പോൾ എലാസ്റ്റിക് അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പലാസോ പാൻറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.